പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ 4ാമത്തെ യൂണിറ്റ്, മൊഡ്യൂൾ 2 4ാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് തുടങ്ങുന്നത്. അതിൽ യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഭരണഘടനയും അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സംവിധാനമൊക്കെ സുഗമമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഓരോ അധികാരികളും അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ, അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും സ്ഥാനവും ഒക്കെ ആവശ്യമാണ്. അതിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. 1, ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും തലവൻ, അതാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ഭരണ സംവിധാനങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് പാർലമെന്ററി സംവിധാനം, അത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ അധികാരം എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റിന് അല്ലെങ്കിൽ അവിടുത്തെ തലവനായിട്ടുള്ള പ്രധാനമന്ത്രിക്കുമായിരിക്കും. ഒരു മന്ത്രിസഭയ്ക്ക് അതിൻ്റെ ഹെഡായിട്ടുള്ള പ്രധാനമന്ത്രിക്കുമായിരിക്കും അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ അവിടുത്തെ തലവൻ എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റം, പാർലമെന്ററി സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിലും ഉള്ളത്. ഇനി രണ്ടാമത്തത് പ്രസിഡൻഷ്യൽ സംവിധാനമാണ്, അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ. അവിടെ തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹത്തിന് കീഴെയാണ് മറ്റു മന്ത്രിമാരെല്ലാം വരുന്നത്. ആ ഒരൊറ്റ വ്യക്തിയിലായിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു പോകുന്നത്. ഇതാണ് പ്രസിഡൻഷ്യൽ സംവിധാനം. അപ്പോൾ എവിടത്തേതായാലും അവിടുത്തെ തലവനാണ്, ആരായാലും അവിടുത്തെ തലവനാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീഫ് എക്സിക്യൂട്ടീവിന് ഭരണപരമായിട്ടുള്ള കുറച്ച് ചുമതലകളുണ്ട്. അതിനെ ലൂതർ ഗുല്ലിക്ക് പോസ്റ്റ് കോർബ് എന്ന വാക്കിലൂടെയാണ് വിവരിക്കുന്നത്. ഇത് ഫസ്റ്റ് യൂണിറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള സെയിം കാര്യമാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഇങ്ങനെയുള്ള ആ ഫുള്ള് ബഡ്ജറ്റിങ് വരെയുള്ള കാര്യം തന്നെയാണ് പോസ്റ്റ് കോർബ് വീണ്ടും ഇവിടെ വിവരിക്കുന്നത്. പേജ് നമ്പർ 9ലും 10ലും ഫസ്റ്റ് യൂണിറ്റിലുള്ള സെയിം കാര്യമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ലയൺ, സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസ് ആണ്. ഒരു ഭരണ സംവിധാനം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ അതിന് 3 തരം ഏജൻസീസ് വേണം. അതാണ് ലയൺ ഏജൻസി, സ്റ്റാഫ് ഏജൻസി, ഓക്സിലറി ഏജൻസി. ലയൺ ഏജൻസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലക്ഷ്യങ്ങളെ നേരിട്ട് നടപ്പിലാക്കുന്ന ഒരു ടീമാണ് ഈ ലയൺ ഏജൻസീസ് എന്ന് പറയുന്നത്. അവർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അവർ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണോ അതിനെ നേരിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി അടുത്തത് ഓക്സിലറി ഏജൻസിയാണ്. ഇവർ എല്ലാ വകുപ്പുകൾക്കും, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സെയിം ആയിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് സേവനം കൊടുക്കുന്നവരാണ് ഈ ഓക്സിലറി ഏജൻസീസിൽ ഉള്ളത്. സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാ മേഖലയ്ക്കും, ഏത് ഡിപ്പാർട്ട്മെന്റിനായാലും പേനയും പെൻസിലും പേപ്പറും ഒക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ, അവർ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒരുപോലെ തന്നെ നിയമിക്കുന്നതാണ്. ഇങ്ങനെ പൊതുവായിട്ട് ഏത് വകുപ്പിനും പൊതുവായിട്ട് സേവനങ്ങൾ നൽകുന്നവരെയാണ് ഓക്സിലറി ഏജൻസീസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സ്റ്റാഫ് ഏജൻസിയാണ്. ഇവർ ലയൺ ഏജൻസിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുന്ന ഒരു കൂട്ടം ഏജൻസീസ് ആണ്. ഇവർക്ക് വിവരങ്ങൾ ശേഖരിക്കാം, പ്ലാനിങ്ങുകൾക്കൊക്കെ സഹായിക്കാം എന്നുള്ളതല്ലാണ്ട് ഡയറക്റ്റ് ആ ഒരു പ്ലാനിങ്ങിനെ വർക്കൗട്ട് ചെയ്യിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല. ഇവർക്ക് അതിനുള്ള അധികാരമില്ല. നിർദ്ദേശം കൊടുക്കാം അല്ലെങ്കിൽ ഉപദേശം കൊടുക്കാം, പ്ലാനിങ്ങുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യാം, ഓരോരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് അവർക്കതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. അവർക്ക് ലയൺ ഏജൻസിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് നീതി ആയോഗ്. ഇത് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു സ്റ്റാഫ് ഏജൻസിയാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാനിങ് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കാം, ഗവൺമെന്റിനെ നിർദ്ദേശിക്കാം. ഇത് മാത്രമേ നീതി ആയോഗിന് പറ്റുള്ളൂ. അവർക്ക് ഡയറക്റ്റ് കയറി ഒരു കാര്യത്തെ നിലവിൽ കൊണ്ടുവരാൻ പറ്റില്ല. പകരം പ്ലാൻ ചെയ്തിട്ട് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കാം, അത് മാത്രമേ അവർക്ക് സാധിക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ ഏജൻസി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവരും സ്റ്റാഫ് ഏജൻസി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവരുമാണ്. അടുത്തതായിട്ട് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേജ് നമ്പർ 49. ഭരണ സംവിധാനത്തിലെ ഏറ്റവും വലിയൊരു യൂണിറ്റ് ആണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ വിഭജനത്തിന് ഈ ലൂതർ ഗുല്ലിക്ക് തന്നെ 4Ps എന്ന് പറയുന്ന ഒരു തത്വം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഭരണ സംവിധാനത്തിന് പ്രധാനമായിട്ട് 4 അടിസ്ഥാനങ്ങളുണ്ട്. ഇതിനെയാണ് അദ്ദേഹം 4Ps എന്ന് പറഞ്ഞത്.
ഒന്ന് പർപ്പസ് ആണ്, ലക്ഷ്യം. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അതിനെ ഫങ്ഷണൽ ബേസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. രാജ്യത്തുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, രാജ്യത്ത് എല്ലാവർക്കും ആരോഗ്യം നൽകുക, ആരോഗ്യപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ആവുന്നത് ഈ പറയുന്ന പർപ്പസിനകത്താണ്. ഇനി രണ്ടാമത്തത് പ്രോസസ് ആണ്. അതിന്റെ രീതി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിനകത്താണ്. ഒരു ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കില്ല് അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഇവിടെ അടിസ്ഥാനമാക്കി എടുക്കുന്നുള്ളത്. അതിനെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ള വകുപ്പുകളാണ് ഈ ഒരു പ്രോസസ്സിനകത്ത് വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അതിന് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നത്. ഇനി മൂന്നാമത്തത് പേഴ്സൺസ് ആണ്, വ്യക്തികൾ. സേവനം ആർക്ക് വേണ്ടിയിട്ടാണോ, ആരെ ലക്ഷ്യമിട്ടിട്ടാണോ അത് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ആ വകുപ്പ് വരുന്നത്, അതിനെയാണ് നമ്മൾ ഈ ഒരു പേഴ്സൺസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഒരു പ്രത്യേക വിഭാഗക്കാരെ, ഒരു പ്രത്യേക ജനസമൂഹത്തെ, അവരാരെയാണോ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്, ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യലായിട്ട് ഉള്ള നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെയാണ് ഈ ഒരു പേഴ്സൺസിനകത്ത് വരുന്നത്. എക്സാമ്പിള് നമ്മുടെ ആദിവാസി ക്ഷേമ ഡിപ്പാർട്ട്മെന്റ്. അവരെന്ന് പറയുമ്പോൾ ആദിവാസി മേഖലയ്ക്ക് വേണ്ടിയിട്ട്, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ വനിതാ ശിശു വകുപ്പ്, കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് ലാസ്റ്റത്തത് പ്ലേസ് ആണ്, സ്ഥലം. ഒരു പ്രത്യേക സ്ഥലത്തെയോ ഭൂപ്രദേശത്തെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അതിനകത്ത് രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് ബേസിൽ രൂപീകരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതിൽ അവിടുത്തെ പ്രശ്നം, ആ ഒരു സ്ഥലത്തെ പ്രശ്നം, അവിടുത്തെ ആവശ്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സുകാർ നോക്കുന്നത്. അപ്പം അതിന് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. പിന്നെ ഒരെണ്ണം റെയിൽവേ സോണുകൾ, സൗത്ത് കോസ്റ്റ് റെയിൽവേ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ, ആ ഒരു പ്രദേശത്തെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഇങ്ങനെ പ്ലേസ് ബേസിൽ വരുന്നതാണ് ഈ ഒരു ലാസ്റ്റത്തെ പി എന്ന് പറയുന്നത്. പേജ് നമ്പർ 51 പബ്ലിക് കോർപ്പറേഷൻ ആണ് എടുത്തത്. ഇതെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പബ്ലിക്കിൻ്റെതാണ് എങ്കിലും അത് സ്വതന്ത്രമായിട്ടും പ്രവർത്തിക്കാൻ അതിന് അധികാരമുണ്ട്. സ്വന്തമായിട്ട് ഫണ്ട് കൈകാര്യം ചെയ്യാം, സ്വന്തമായിട്ട് സ്റ്റാഫിനെ നിയമിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള അധികാരങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും അത് ഗവൺമെന്റിൻ്റെതാണ്. ഇങ്ങനെയുള്ളതിനെയാണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം നമ്മുടെ LIC ആണ്. അത് ഗവൺമെന്റിൻ്റെതാണെങ്കിലും അതിനകത്ത് സ്റ്റാഫിനെ നിയമിക്കാനൊക്കെ ഉള്ള അധികാരം അവർക്ക് തന്നെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ അവസാനത്തത് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷനാണ്. ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ നടക്കും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ്, അല്ലാണ്ട് നമ്മുടെ പബ്ലിക്കിൻ്റെതല്ല, പ്രൈവറ്റ് മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ ഇത്തരത്തിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അതിരുവിട്ട് പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു സമിതിയാണ് ഈ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇന്ത്യയിലല്ല, കൂടുതലായിട്ടും സകല ഡിപ്പാർട്ട്മെന്റിലും അത് ഇങ്ങനെ എഫക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അമേരിക്കയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെത് കുറവാണ്. എങ്കിലും ഇന്ത്യയിൽ അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. മറ്റു ബാങ്കുകൾ പൂർണ്ണമായിട്ട് ഒരു അധികാരം ഈ റിസർവ് ബാങ്കിന് ഉണ്ട്. ഇങ്ങനെ അതിനെ ജസ്റ്റ് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അല്ലാണ്ട് ഇതിൻ്റെ കൂടുതൽ സ്വാധീനമുള്ളത് അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങളിൽ ആണ്. പിന്നെ ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് പ്രസിഡന്റിനെയോ മന്ത്രിമാരെയോ ഒന്നും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്.
എന്ന് വെച്ചാൽ ഭരണപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദൈനംദിന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഈ സ്വകാര്യ മേഖലയിലെ ദൈനംദിന കാര്യത്തെയൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇനി നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിയമമൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റും. അവർ ഏത് മേഖലയാണോ, ഏത് പ്രൈവറ്റ് ഫീൽഡിനെയാണോ അവർ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്, ആ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഇവർക്ക് രൂപീകരിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് നീതിന്യായമാണ്. ഈ ഒരു മേഖലയ്ക്ക്, അവർ വാച്ച് ചെയ്യുന്ന മേഖലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രശ്നത്തെ കേൾക്കാം, അതിൻ്റെ വിധി പറയാം, ശിക്ഷ അനുവദിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള കോടതിപരമായിട്ടുള്ള കാര്യം, നിയമപരമായിട്ട് നീതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നിർവഹിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ആൾക്കാർ അല്ലെങ്കിൽ വിഭാഗമാണ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്.